അതെ ഡിയേഴ്സ്, ഞാനൊരു ട്രെൻഡ് പറഞ്ഞോട്ടെ. ഇതൊരു പക്ഷേ ഞാൻ ആ ഒരു 19-ാം നൂറ്റാണ്ടിലൊന്നും ഓട്ടോ പിടിച്ച് പോലും ഇങ്ങോട്ട് എത്താത്തത് കൊണ്ട് എനിക്ക് ട്രെൻഡായിട്ട് തോന്നുകയാണോന്ന് അറിയാൻ പാടില്ല കേട്ടോ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു 70-75 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ ആ സമയത്ത് നമ്മൾ സ്വമേധയാ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കാമെന്ന് വിചാരിക്കുക. ഈ ഒരു കൾച്ചറൊക്കെ പല ഫോറിൻ കൺട്രീസിലും ഉണ്ടാവാറുണ്ടല്ലോ. അവനവന് പ്രായമാകുമ്പോൾ സ്വന്തമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ, റിട്ടയർമെൻറ്റ് ഹോംസിലൊക്കെ പോയി താമസിക്കുന്ന ട്രെൻഡ് അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ നാട്ടിലും വളരെ കോമൺ ആയി വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഈ അടുത്തിടെയാണ് കേട്ടോ മനസ്സിലാക്കിയത്. കാരണം ഞാൻ വളരെ പ്രായമുള്ള 2 പേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, അവരുടെ ഒരുപാട് പൈസയുണ്ട്, അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ അവർക്ക് അത്യാവശ്യം പ്രായമായപ്പോൾ അവർ തന്നെ ഡിസൈഡ് ചെയ്തു മക്കൾക്കൊരു ബേർഡൻ ആവാതെ അവർ തന്നെ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മാറുവാണ്, ആലുവയ്ക്കടുത്ത്. ഞാൻ വളരെ ഷോക്കായിട്ടാണ് ഇത് കേട്ടത്. കാരണം എനിക്ക് അങ്ങോട്ട് ആ ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണോ, ഭാവിയിലൊക്കെ അങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസും നമ്മളുമൊക്കെ ഇങ്ങനെ റിട്ടയർമെൻറ്റ് ഹോംസിലായിരിക്കുമോ നമ്മുടെ ശിഷ്ടകാലം തള്ളി നീക്കുന്നത് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ അതിലൊരു പോസിറ്റീവ് പോയിൻ്റ് ഒരുപാടുണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആർക്കും ബേർഡൻ ആവാതെ അവർ പറഞ്ഞ പോലെ ജീവിക്കാം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ബിക്കോസ് വി ആർ പേയിങ്, ഫ്രീ ആയിട്ട് നിൽക്കുമല്ല കേട്ടോ ഇവരൊക്കെ. ഇവരുടെ മണിയുണ്ട്, അവർ പേ ചെയ്താണ് പോയി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും ഏതോ അമേരിക്കയിലുള്ള ഡോക്ടർ റൺ ചെയ്യുന്ന ഒരു റിട്ടയർമെൻറ്റ് ഹോമിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്താല്ലേ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു 90s കിഡാണ്, എനിക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് ഹോമിലായിരിക്കും നമ്മുടെ ശിഷ്ടകാലം തള്ളി നീക്കി, അവിടെയായിരിക്കും നമ്മുടെ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഞെട്ടിയ പോലെ നിങ്ങൾ ഞെട്ടിയോ, അതോ ഇതൊരു യൂഷ്വൽ തിങ്ങായിട്ട് മാറും, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയാണോ നിങ്ങൾക്ക്? ജസ്റ്റ് എനിക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണേ. അപ്പം ബൈ.